കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തെ യുഡിഎഫിൽ എത്തിക്കണമെന്ന് കേരള നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ മാത്രം പരിഗണിച്ചാൽ മതിയെന്നും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമുണ്ട്. എംപിമാരെ മത്സരിപ്പിക്കുന്നതിൽ കെപിസിസി എഐസിസി ചർച്ചയിൽ തീരുമാനമായില്ല എന്ന് വി.ഡി. സതീശൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം ഉടനെ ഉണ്ടാകുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്. മുന്നണി വിപുലീകരണം സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇന്ന് ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയത്. മധ്യ കേരളത്തിൽ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ യുഡിഎഫിൽ എത്തിക്കണമെന്ന് രാഹുൽ ഗാന്ധി നേതാക്കളോട് നിർദ്ദേശിച്ചു. അതിനുവേണ്ട ശ്രമങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് വേണം കരുതാൻ. എന്തായാലും മുന്നണി വിപുലീകരണം അടഞ്ഞ അധ്യായമല്ല എന്ന് കോൺഗ്രസ് സമ്മതിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയുമായിട്ടാണ് കേരളത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് എന്ന് യോഗത്തിനു ശേഷം പ്രതിപക്ഷ നേതാവ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വളരെ ഭംഗിയായിട്ട് നമ്മൾ കോൺഗ്രസ് അതിന്റെ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. അതോടനുബന്ധിച്ച് തന്നെ അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ യുഡിഎഫിലെ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി സീറ്റ് വിഭജനം പൂർത്തിയാവും. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യത മാത്രം പരിഗണിച്ചാൽ മതി എന്ന നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കേരളത്തിലെ നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. 27-ാം തീയതി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം ചേരും. അതിനുശേഷം സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കും. ഫെബ്രുവരി ആദ്യവാരം തന്നെ അന്തിമ പട്ടിക ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നേതൃത്വത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്നത്. ഡൽഹിയിൽ നിന്ന് ഷിജു പട്ടുവത്തിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.